നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളത്തിലോ അല്ലെങ്കിൽ ജീവനോടെ പോലും ഇല്ലാത്ത പല നേതാക്കന്മാർക്കെതിരെയും പല രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് വലിയ രീതിയിൽ ചൂടുപിടിക്കുന്ന മറ്റൊരു ചർച്ചയാണ് പിണറായി വിജയനെ കുറിച്ച്. അദ്ദേഹം കൂത്തുപറമ്പിൽ BJP-യുടെ പിന്തുണയോടെ പണ്ട് മത്സരിച്ചിരുന്നു എന്നുള്ളൊരു വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് ഏറെക്കുറെ എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇത്തരത്തിലൊരു വാർത്തകൾ വരാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെ ഒരു ചരിത്രം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഉണ്ടോ, അതോ ഇതും ഈ പറയുന്നത് പോലെ വെറും ഒരു ആരോപണങ്ങൾക്ക് വേണ്ടി മാത്രം പടച്ചുവിടുന്ന ഒരു വാർത്തയാണോ? അതിന്റെ ഫാക്ട് ചെക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു സപ്പോർട്ട് CPM-ന്റെ അല്ലെങ്കിൽ അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ സംഘടിച്ച് ഒരു മത്സരം പോലും ഇവിടെ നടന്നിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഇനിയിപ്പോ CPM-ന്റെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പിണറായി വിജയന് മത്സരിച്ചിട്ടുള്ള ഒരു മത്സരങ്ങൾക്കും CPM ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സംഘം ആ രീതിയിലുള്ള സപ്പോർട്ടുകളൊന്നും ലഭിക്കാതെ തന്നെയായിരുന്നു ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു കൃത്യമായ ഒരു വ്യാജ വാർത്ത തന്നെയാണ്. അതിന്റെ ഫാക്ട് ചെക്ക് അനുസരിച്ച് പോവുകയാണെങ്കിൽ ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളോ അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടനകളോ അവിടെ നിന്നായിരിക്കാം ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. CPM-ന്റെ അകത്തൊന്നും ഇങ്ങനെ ഒരു വാർത്ത അവർ ഉണ്ടാക്കി വിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വിശ്വാസമുള്ളത്. അതിന്റെ അപ്പുറത്തേക്കും എനിക്ക് ഈ ഒരു വാർത്തയ്ക്ക് അപ്പുറത്തേക്കും CPM ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ BJP ഇവർ തമ്മിൽ ഒരുപാട് ഇങ്ങനെ സെറ്റിൽമെന്റുകൾ അല്ലെങ്കിൽ ആ ഒരു ഡീലിങ്സ് അങ്ങനെ ഒരു പരസ്പരം അനുസരിച്ച് അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെ ഇലക്ഷനുകൾ നടന്നു പോകുന്നു. അങ്ങനെ ഒരു പ്രചാരണമായിരിക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്ററിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലെല്ലാം മത്സരങ്ങളാണെങ്കിൽ പോലും ഇപ്പോ BJP പിന്മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിലമ്പൂരിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ മത്സരമില്ല. അപ്പോ കൂടുതലായിട്ടും ഉയർന്നു കേട്ടൊരു കാര്യമാണ് ഇതെന്താ BJP തങ്ങളുടെ അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന വോട്ടും കൂടെ CPM-ന് മറിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണോ ഇങ്ങനെ ഒരു കൂറുമാറ്റം ഉണ്ടാവുന്നത്? അങ്ങനെ ഒരു ഡീലിങ്സ് ഒക്കെ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കേന്ദ്രത്തിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ പുറമേ വന്ന് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞാലും അകത്ത് അങ്ങനെ ഒരു സെറ്റിൽമെന്റുകൾ നടക്കുന്നുണ്ടോ? സ്ഥാനാർത്ഥികളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റിയെടുക്കുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ചർച്ചകൾ പോകാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അതെ, ഇപ്പോഴത്തെ ഈ ഒരു ഇടക്കാലത്ത് വെച്ചാണ് ഇത്തരത്തിൽ CPM BJP തമ്മിൽ ഒരു സഖ്യമുണ്ട് എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഇതിന്റെ ഫാക്ട് ചെക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഇതിനു മുൻപ് പല തവണകളിലായി ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഇത് നേരത്തെ മുതലേ തന്നെ BJP CPM തമ്മിലൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ CPM എന്നല്ല പിണറായി വിജയനുമായി BJPക്ക് ഒരു ബന്ധമുണ്ട് എന്ന് നേരത്തെ മുതലേ സംശയം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അതിന് സംശയത്തിന് പോലും നിഴൽ വെക്കുന്നതിന് കാരണം ഇന്നത്തെ CPM-ഉം BJP-യും തമ്മിലുള്ള ഈ ഒരു ബന്ധം തന്നെയല്ലേ യഥാർത്ഥത്തിൽ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ കുറെ കേസസ് ആണെങ്കിൽ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ലീഗിന്റെ തന്നെ ഒരു പ്രധാന നേതാവ് തലശ്ശേരി കലാപത്തിൽ പിണറായി വിജയന്റെ പേരെടുത്ത് വന്നത്. അത് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് BJP അല്ലെങ്കിൽ RSS-നെ കുറ്റം പറയുന്ന ഒരു കലാപമായിട്ട് മാത്രമേ തലശ്ശേരി കലാപത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ഹൈന്ദവ മത കലാപങ്ങളായിട്ട് മാത്രം കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു തലശ്ശേരി കലാപം. അതിനകത്തിൽ പിണറായി വിജയനെ കൊണ്ടിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പുറത്തേക്കും ആ ഒരു പാർട്ടിയെ ഒരു സംഘർഷത്തിലാക്കുക, അതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വീണ്ടും ചരിത്രത്തിൽ നിന്ന് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് തലശ്ശേരി കലാപമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഉണ്ടായി വന്നിട്ടുള്ള ഈ ഒരു ന്യൂസ് ആണെങ്കിൽ പോലും ഇതിന്റെയൊക്കെ പിന്തുടർച്ചയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വീണ്ടും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് ബന്ധങ്ങൾ ഉണ്ടോ? അങ്ങനെയാണോ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മത്സരങ്ങൾ നടക്കുന്നത്? പുറമേ വന്ന് ഈ ഹൈന്ദവ സംഘടനകളെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഹൈന്ദവ വർഗീയ തീവ്രതകൾ പറയുന്ന പാർട്ടി എന്ന് BJP RSS-നെ മുദ്ര കുത്തിക്കൊണ്ട് അപ്പുറത്ത് നിന്ന് അതേ ജാതീയതയും അതേ വർഗീയതയും തന്നെ കുറച്ച് മിനുക്ക് പണികളോടെ നടത്തുക. അല്ലെങ്കിൽ കൂടുതലായിട്ട് കേട്ടൊരു കാര്യമായിരുന്നു പിണറായി വിജയന് പറയാൻ പറ്റാത്തതൊക്കെ ഈ സജി ചെറിയാനെ കൊണ്ട് പറയിക്കുന്നു, ഓരോ നേതാക്കന്മാരെ കൊണ്ട് പറയിക്കുന്നു. അപ്പോ അത്തരത്തിൽ കുറേയധികം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംശയങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഒരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റി അവർ കൊടുക്കാത്തത്? അല്ലെങ്കിൽ അവർ പറയുന്നത് ഞങ്ങളുടെ സംഘടന ഇങ്ങനെയാണ്, ഞങ്ങളുടെ ആശയം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വെറുതെ ഒരു സംഘർഷത്തിലാക്കുക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഒരു തെറ്റായിട്ടുള്ള ധാരണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ പ്രഖ്യാപനങ്ങളും ഇങ്ങനെയുള്ള കുറേയധികം ആരോപണങ്ങളാണെങ്കിലും ഇത്തരം വിഷയങ്ങളൊക്കെ ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വ്യാജത ചമച്ചു വിടുന്നത് അതുകൊണ്ട് മാത്രമാണ്. CPM BJP-യുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഞങ്ങൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവരെ ഇവിടെ വേരോടിക്കാൻ ഞങ്ങളായിട്ട് സഹായിക്കില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മിക്ക സ്ഥലങ്ങളിലെയും ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു പരസ്പര ധാരണയോടെ മത്സരിച്ചിട്ടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകും. കാരണം ജയിച്ച് പിടിക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങളിൽ പോലും BJP-ക്ക് ഉണ്ടാവുന്ന ഒരു കയറ്റം, ഇപ്പോ കോഴിക്കോട് കോർപ്പറേഷൻ ആണെങ്കിലും പാലക്കാടാണെങ്കിലും മിക്ക സ്ഥലങ്ങളിലും CPM ആയിരുന്നു, കോൺഗ്രസിനെക്കാട്ടിലും CPM-ന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
പക്ഷെ അവിടെയൊക്കെ കോൺഗ്രസിനെ കണ്ട് ഇപ്പൊ BJP അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും CPM-ന്റെ കഴിവേടായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കോൺഗ്രസിനെക്കാട്ടിലും അവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു CPM എന്ന് പറയുന്നത്. അവിടെയാണ് പലയിടങ്ങളിലും BJP കയ്യേറിയത്. ഇപ്പൊ തലസ്ഥാനത്താണെങ്കിലും കോൺഗ്രസിന് വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. പക്ഷെ അവിടെയും CPM-ന് നിലനിൽക്കാൻ പറ്റാവുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളിൽ പോലും അവർക്കൊരു തോൽവി ഉണ്ടാവുകയും അത് അവിടേക്ക് BJP കൈവരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ കയ്യേറുന്ന സമയത്ത് പലപ്പോഴും ചിന്തിക്കേണ്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ് എന്തുകൊണ്ടാണ് CPM-ന്റെ കൈവിട്ട് അത്തരം CPM-ന്റെ കോട്ടകൾ BJP പിടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ സംശയിക്കാനുള്ള വഴി വെക്കുന്നത്. പല കോൺഗ്രസ് പ്രവർത്തകരും പല കോൺഗ്രസ് നേതാക്കളും പല കോൺഗ്രസിൽ നിന്നും നിരീക്ഷകരായിട്ടുള്ള പലരും പറയുന്നത് ഇത് തന്നെയാണ്. CPM രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് പോലെ BJP-യുടെ വളർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിന് ഈ പറയുന്ന BJP പിടിച്ചെടുത്ത പലയിടങ്ങളും പഞ്ചായത്തുകളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഒരുപക്ഷെ BJP-യുടെ വളർച്ചയുണ്ടെങ്കിൽ ഏതെങ്കിലും മണ്ഡലം പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് CPM മണ്ഡലങ്ങളായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ സെറ്റിൽമെന്റ് നടക്കുന്നത് കോൺഗ്രസുമായിട്ടല്ല മറിച്ച് CPM-ഉമായിട്ടാണ് എന്നുള്ളത് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ ആതിര പറഞ്ഞിരുന്നു ഈ ഒരു പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പുറത്തുവിടുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളോ അല്ലെങ്കിൽ സംഘപരിവാറിന്റേതോ ആയിരിക്കാം എന്നുള്ളത്. പക്ഷെ അവിടെ സംഘപരിവാറിന്റേതായിരിക്കുമോ എന്നുള്ളത് മറ്റൊരു സംശയമായിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സംഘപരിവാർ തന്നെ സ്വന്തം കുഴി തോണ്ടുന്ന ഒരു നിലയിലേക്ക് ഒരിക്കലും പോയില്ല. കാരണം അവർ തന്നെ പറയുന്നത് CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് BJP ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ്. സംഘപരിവാറിന് അതൊരു വിഷയമേ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ കേരളത്തില് അവര് സ്വന്തമായി തന്നെയാണ് വേരോട്ടം നടത്തുന്നത്. തീർച്ചയായിട്ടും അതിന്റെ അകത്തേക്ക് ഘടകകക്ഷികളാണെങ്കിലും പാർട്ടികളാണെങ്കിലും ലയിക്കുന്നത് അത് അവരുടെ ഒരു വിജയമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവരുടെ ആ ഒരു ശക്തിക്ക് മുന്നിൽ അവരൊക്കെ അടിയറ പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ആ രീതിയിൽ ഇപ്പോ തലശ്ശേരി കലാപത്തെ പറ്റിയിട്ടാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ BJP-യുടെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസിൽ തന്നെയാണ് CPM ഭരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും CPM-ന് അടുത്ത ഇലക്ഷനുകളിലൊക്കെ വൻ തോൽവിയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ BJP-ക്ക് അവരുടേതായിട്ടുള്ള വോട്ട് ഷെയർ ഇവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു രണ്ടാം പൊസിഷനിലേക്ക് വല്ലതും BJP വരികയാണെങ്കിൽ കോൺഗ്രസിനെ ഓൾ ഇന്ത്യ തലങ്ങളിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കിയതുപോലെ അല്ലെങ്കിൽ വൻ ശക്തി ഭാരതത്തിലെ വടക്കേ ഇന്ത്യയിൽ അവർക്ക് കാണിച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കാം തെക്കേ ഇന്ത്യയിലേക്കും അവരുടെ ശക്തി സ്രോതസ് കൊണ്ടുവരിക. കാരണം അവർ ഓൾറെഡി പകുതി ഇടങ്ങളിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ശക്തികളുമായി കൃത്യമായി അവരുടെ വലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ പ്രതിച്ഛായൊന്നും ഇനി മോശമാകാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി സംഘപരിവാറിനെ പറ്റിയിട്ടാണെങ്കിലും RSS-നെ പറ്റിയിട്ടാണെങ്കിലും BJP-യെ പറ്റിയിട്ടാണെങ്കിലും ഒരു ധാരണയുണ്ട്. ആ ധാരണയ്ക്ക് അപ്പുറത്തേക്കൊന്നും ഇത്തരം ഫേക്ക് ന്യൂസുകൾ വരുന്നത് കൊണ്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് ഇത്തരം പ്രതിച്ഛായകളൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത് ഇതിപ്പോ എത്ര പേര് ഈ ഫാക്ട്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പോലും അറിയില്ല. ഒരു പക്ഷേ ഈ ആദ്യം വന്ന പോസ്റ്റുകൾ ഒരു പക്ഷേ ജനങ്ങൾ അറിഞ്ഞു കാണും. ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ കൂത്തുപറമ്പിൽ BJP-യുടെ പിന്തുണയോടെ മത്സരിച്ചു എന്നുള്ള ആ ഒരു വാർത്ത ചിലപ്പോൾ കുറെ ആളുകൾ അറിഞ്ഞു കാണും. അതിന് പിന്നാലെ വരുന്ന പോസ്റ്റിനോടൊപ്പം വരുന്ന ഫോട്ടോസ് ഒക്കെ തന്നെയും അതിനെ തെളിയിക്കുന്ന നിലയിലേക്കുള്ളതാണ്. പക്ഷേ അതിന് പിന്നാലെ ഈ ഫാക്ട് ചെക്ക് വരുന്നതോ അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് കാര്യം ഇപ്പോൾ നമ്മൾ പിണറായി വിജയനെ നമ്മൾ വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ല അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളെയും അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കരിവാരത്തേക്കുന്ന ഒരു പ്രക്രിയ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിപ്പോൾ ഏത് നേതാവാണെങ്കിലും ഇവിടെ BJP-യുമായി ഇങ്ങനെ ഒരു ബന്ധം CPM-നുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ ഇത് കാണുന്നവരുൾപ്പെടെ പലരും മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളതിന് പിന്നിൽ ആരാണെങ്കിലും അത് വെറും അജണ്ട മാത്രമാണ്. തെരഞ്ഞെടുപ്പിൽ CPM-നെയും BJP-യെയും ഒരുപോലെ തിരിച്ചടിയാക്കുക അല്ലെങ്കിൽ BJP അത്രത്തോളം എഫക്ട് ആവില്ലെങ്കിലും CPM-ന് അതൊരു വലിയ എഫക്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലൂടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.